ഹലോ. അപ്പോൾ കുറേ നാളായി നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട്. സംഗതി വേറൊന്നുമല്ല, ഞാൻ UAE റീലൊക്കേറ്റ് ചെയ്തായിരുന്നു. ആസ് എ ഡെപ്യൂട്ടേഷൻ ഞാൻ റീലൊക്കേറ്റ് ചെയ്തായിരുന്നു വർക്ക് ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അത് കുറച്ച് നമുക്ക് വർക്ക് ലോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ടൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഹോബിയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഇവിടെ വന്നതിന് ശേഷം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ആക്ച്വലി ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആക്ച്വലി എനിക്കൊരു ലാപ്ടോപ്പ് ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പിന് വേണ്ടി കുറേ നാളായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതും. കാരണം എനിക്ക് വളരെ ഹൈ കോസ്റ്റ് വേണ്ട, നോർമൽ ഡേ ടു ഡേ യൂസേജിന് പേഴ്സണൽ യൂസേജിനുള്ള ലാപ്ടോപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി മനസ്സിൽ പോയത് തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ മാക് ആയിരുന്നു. കാരണം ഓൾറെഡി ഐ ആം എ മാക് യൂസർ. സോ ഇന്ത്യയിൽ എനിക്ക് ഒരു വളരെ പഴയ ഒരു 2016 ഞാൻ വാങ്ങിയ മാക്ബുക്ക് എയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്ബുക്ക് എയർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അപ്ഡേറ്റ്സ് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ആസ് എ ഹാർഡ്വെയർ പെർഫെക്റ്റ്, നല്ല അടിപൊളി റിജിഡ് ബോഡി ഉള്ളതും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ തന്നെ ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അതൊന്ന് ഒരു ഇമ്പൾസ് ബൈയിങ് ആയിട്ട് എടുക്കണ്ട, വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് വാങ്ങാമെന്നുള്ളൊരു ഡിലേയിൽ കുറേ നാൾ വാങ്ങാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് രണ്ടും കൽപ്പിച്ചങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എന്നും രീതിയിൽ ഒന്ന് വിൻഡോസിലോട്ട് മാറാമെന്ന് പറഞ്ഞ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് ലെനോവോൻ്റെ ഒരു 2-in-1 ഒരു ലാപ്ടോപ്പ് ഞാൻ ഒരെണ്ണം ഇടയ്ക്ക് വാങ്ങിയായിരുന്നു. ബട്ട് പ്രോബ്ലം പറ്റിയത് അതൊരു സ്റ്റോർ പർച്ചേസ് ആയിരുന്നു, ഡയറക്റ്റ് സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ അത് വാങ്ങിയതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന പീസിന് മൈക്രോഫോണിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ വീഡിയോ കോൾസ് ചെയ്യുമ്പോഴത്തേക്കും ലാപ്ടോപ്പിൻ്റെ മൈക്രോഫോൺ വർക്ക് ചെയ്തില്ല, പ്രോപ്പറായിട്ട് വോയിസ് ക്യാപ്ചർ ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തേനും ഞാനത് കൊണ്ട് പിന്നെ റീപ്ലേസ് ചെയ്തു. അവരെനിക്ക് ആഫ്റ്റർ 1 വീക്ക് എനിക്ക് വേറെ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് തന്നു. പക്ഷേ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റിനും വേറെ ഇഷ്യൂസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കൊടുത്തിട്ട് റീഫണ്ട് വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്തെങ്കിലും പിന്നെ അത് കാര്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി ഇവിടെ നല്ലൊരു ഓഫർ കിട്ടി. അപ്പം അങ്ങനെ രാവിലെ എണ്ണീറ്റതിന് ശേഷം ഒരു ഓഫർ കണ്ടപ്പോഴത്തേക്കും കയറി അങ്ങ് സാധനം അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു ക്വിക്ക് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ വാങ്ങിയിരിക്കുന്നത് മാക്ബുക്കിൻ്റെ ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ M2 വേരിയൻ്റ് ആണ്. 512 അല്ല, 16 GB 256 വേരിയൻ്റാണ് വാങ്ങിയിരിക്കുന്നത്. M1 വാങ്ങിയാലോ എന്ന് ആലോചിച്ചായിരുന്നു. കാരണം M1 ഇസ് സ്റ്റിൽ എ ഗുഡ് പ്രോസസ്സർ, വെരി ഗുഡ് പ്രോസസ്സർ. പക്ഷേ M1 ഓൾറെഡി ഇപ്പോൾ കുറച്ച് പഴയതായി, അതുകൊണ്ടാണ് M2 പോയത്. അതുമാത്രമല്ല M2 ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ ഒരു കാണാൻ നല്ല രസമുള്ള ലാപ്ടോപ്പാണ്. ഞാനത് സ്റ്റോറിലൊക്കെ ഇതിന് മുമ്പ് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ പ്രൈസ് ജസ്റ്റിഫൈബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇത്രയും നാളും പുഷ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് നല്ല ഓഫേഴ്സും ക്യാഷ് ബാക്സും എല്ലാം വെച്ച് ഒരു നല്ലൊരു ഡീലിന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പോൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ഓർഡർ ചെയ്തതാണ്, ഇന്ന് തന്നെയാണ് ഡെലിവറി കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഏതായാലും അത് വന്നതിന് ശേഷം ഞാനതിൻ്റെ അൺബോക്സിങ് ഞാൻ കാണിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ഞാൻ എന്ത് പ്രൈസിനാണ് വാങ്ങിയെന്നുള്ളതും നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ബെസ്റ്റ് ഡീലിൽ വെച്ച് കമ്പയർ ചെയ്ത് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മാക് വാങ്ങുമ്പോഴത്തേക്കും, മെയിൻലി മാക്ബുക്ക് എയർ വാങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതിന് പോർട്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതിനകത്ത് ജസ്റ്റ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സിയുടെ എങ്ങാണ്ട് 2 പോർട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് HDMI പോർട്ടോ അല്ലെങ്കിൽ നോർമൽ USB പോർട്ടോ ഇല്ല. അപ്പം എപ്പോഴും മാക്ബുക്ക് നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു അഡാപ്റ്ററും കൂടെ എപ്പോഴും ബഡ്ജറ്റ് ചെയ്യുക. ഓക്കെ, സോ അഡാപ്റ്റർ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തു. ഇവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡെലിവറി ഉള്ളതുകൊണ്ട് 20 മിനിറ്റ്സിൽ തന്നെ സാധനം കിട്ടി. പക്ഷേ ലാപ്ടോപ്പ് ആ ഒരു ഓപ്ഷനിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് സെയിം ഡേ ഡെലിവറിയിലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സാധനം വരണം. അപ്പം ഡിസ്പാച്ചിലൊന്നും പറയുകയാണെങ്കിൽ ഡെലിവറി ഇതുവരെ വന്നിട്ടില്ല. അപ്പം വന്നതിന് ശേഷം അതും കാണിക്കാം.
ബട്ട് ഈ ഡോങ്കിള് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഏതായാലും ഇപ്പോൾ കാണിക്കും. ഇതാണ് ഡോങ്കിള്. ഓക്കെ, ഇത് ഡോങ്കിൾ അല്ലെങ്കിൽ ഇതിനെ ഒരു മൾട്ടി ഫംഗ്ഷൻ അഡാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നില്ല, സാധനം ഞാൻ പുറത്തിറക്കി എടുത്തു വെച്ചിട്ടുണ്ട്. യൂഗ്രീൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, വളരെ നല്ല ബ്രാൻഡാണ് കേട്ടോ. ഈ സംഭവം മെയ്ഡ് ഇൻ ചൈനയാണ്, പക്ഷേ ഇവിടുത്തെ വളരെ നല്ല ബ്രാൻഡ് മൊബൈൽ ആക്സസറീസും ബാക്ക് കവേഴ്സും അതേപോലെ ഇങ്ങനെയുള്ള ആക്സസറീസ് വിൽക്കുന്ന ഒരു ബ്രാൻഡാണിത്. വളരെ നല്ല ബ്രാൻഡാണ്, നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് സി ടു കുറേ കേബിൾസ് ഉള്ളൊരു സാധനമാണ്. ഇതിനെ കാണിക്കാം. നല്ല പ്രൊഡക്റ്റ് ഇതാണ് സാധനം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ അതാണ്ട് ഇത് കണ്ടോ, ടൈപ്പ് സി. ഇത് നമ്മുടെ മാക്ബുക്കിലോട്ട് പോകും. എന്നിട്ട് അതിൽ നിന്ന് ഇൻപുട്ട് എടുക്കാനുള്ളതും അതേപോലെ അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഒരു കുറേ സ്ലോട്ട്സ് ഉണ്ട്. ഇപ്പോൾ അതാണ്ട് ഇവിടെ HDMI ഉണ്ട്, നമ്മുടെ ടൈപ്പ് എ, നമ്മുടെ USB-യുടെ ടൈപ്പ് എ ഉണ്ട്, ഒരു ടൈപ്പ് സി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് വിത്ത് പവറാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് വിത്ത് പവറാണ്. ഇത് നമ്മുടെ USB 3.0, പിന്നെ നോർമൽ 2, പിന്നെ HDMI 2.2 HDMI. അപ്പം ഈ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ ആ ബഡ്ജറ്റിൽ എപ്പോഴും ആഡ് ചെയ്യണം. കാരണം ഇത് നോർമലി എല്ലാവരും മിസ് ചെയ്ത് പോകുന്നൊരു സാധനമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം കൂടെയാണ്. അപ്പം നമ്മുടെ മാക്ബുക്ക് വന്നതിന് ശേഷം അത് അൺബോക്സ് ചെയ്തിട്ട് ഇതും എങ്ങനെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 89 dirhams ആയിരുന്നു. അപ്പോൾ എനിക്ക് നമുക്കിവിടെ നൂണെന്നും പറഞ്ഞൊരു ആപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ട് പോലൊക്കെ തന്നെ, ഏകദേശം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ഉള്ളൊരു ആപ്പാണ്. ഇവിടെ നോർമലി ഹയസ്റ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് നൂണ്, പിന്നെ അതേപോലെ നമ്മുടെ ആമസോൺ, അതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ആമസോണിനേക്കാളും ചില സമയത്ത് നൂണിൽ നല്ല ഓഫേഴ്സ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മാക്ക് ഞാൻ നൂണിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനും നല്ലൊരു ഓഫർ കിട്ടി. അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ സെയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏകദേശം 89 dirhamsനാണ്. അപ്പോൾ ഈ 89 dirhamsൽ എനിക്ക് നൂണിൻ്റെ തന്നെ ഒരു കാർഡുണ്ട്. അവരുടെ തന്നെ എമിറേറ്റ്സ് ബാങ്കിൻ്റെ ഒരു കാർഡുണ്ട്. അതിൽ നമുക്ക് ഒരു 15% ഏകദേശം ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എനിക്ക് എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞ് ഒരു 75 dirhamsൻ്റെ അകത്താണ് ഈ സാധനം വന്നത്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 1700-1800 രൂപ വരും. പക്ഷേ ക്വാളിറ്റി വൈസ് വളരെ നല്ല സാധനമാണ്. അപ്പം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം എപ്പോഴും നിങ്ങളൊരു മാക്ബുക്ക് വാങ്ങുന്നുണ്ട്. അങ്ങനെ സമയം ഏകദേശം 5:39 വൈകുന്നേരം. ഞാൻ രാവിലെ 11 മണിക്ക് ഓർഡർ ചെയ്തതാണ്. 11:30 കണ്ടായി ഓർഡർ ചെയ്തപ്പോൾ. അപ്പം സെയിം ഡേ ഡെലിവറിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും നാളത്തേക്ക് ചിലപ്പം ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഔട്ട് ഫോർ ഡെലിവറി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നോക്കാം, എത്ര മണി വരെ വരുമെന്ന് നോക്കാം. അത് വന്നതിന് ശേഷം നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സാധനം എത്തി കേട്ടോ. സംഗതി 10 മണിക്കായിരുന്നു അവർ പ്രോമിസ്ഡ് ഡെലിവറി. കറക്റ്റ് 9:52 ആയപ്പോൾ സാധനം എത്തി. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളി ഡെലിവറി കേട്ടോ. ഇവന്മാർ കറക്റ്റ് പറഞ്ഞ സമയത്ത് സാധനം എത്തി. നമുക്ക് ഇവനെ ഒന്ന് തുറക്കാം. ഓക്കെ, അതപ്പോൾ സാധനം ഉണ്ടോ അതോ എന്താണെന്നുള്ളതൊന്നും നോക്കാം. ഓക്കെ, കുറേ ബബിൾ റാപ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ അതിനകത്ത് വേറൊരു പെട്ടിയുമുണ്ട്. എൻ്റെ പൊന്നോ, അത്യാവശ്യം നല്ല വെയിറ്റാണ്. എന്നിട്ട് ഇതങ്ങ് തുറക്കാം. ഇതിൻ്റെ അത്യാവശ്യം നല്ലൊരു അൺബോക്സിങ് ആണ് കേട്ടോ. അത് ഇങ്ങനെ അങ്ങ് തുറക്കണം. ഫാന്റാസ്റ്റിക്. ഇതാണ് സാധനം. പാക്കിങ് പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പാക്കിങ്. ആപ്പിൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടിയൊക്കെ നല്ല വൃത്തിയുള്ള പെട്ടി. ഇതാണ് ഞാൻ വാങ്ങിയത്. 16 GB 13 മാക്ബുക്ക് എയർ M2 256 SSD സെയിം മോഡലാണ് ഞാൻ വാങ്ങിയത്. 2024 മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ ഏതായാലും
നമുക്കിതിൻ്റെ ബോക്സ് ഇതൊന്ന് അൺറാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോഴേ അൺറാപ്പിങ് എന്താണ്ട് നമ്മുടെ പഴയ മറ്റേ ഐഫോൺ പോലുള്ള ടൈപ്പാണ്. അതെ, ഇതാണ്ട് ഇങ്ങനെ അങ്ങ് വലിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസം. ഇങ്ങനെ ഒന്ന് വലിച്ചങ്ങിടാം. എന്നിട്ട് നമുക്ക് ഈ കവറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട്, ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തതിന് ശേഷം തുറന്ന് കാണിക്കാം. ഓക്കെ, ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഏകദേശം തുറന്നു. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മാക്ബുക്ക്, റൈറ്റ്. അപ്പം സാധനമുണ്ട്, മാക്ബുക്ക്, പിന്നെ അതിൻ്റെ ചാർജർ കേബിൾ, ഇത് മറ്റേ മാക്സേഫ് കേബിളാണെന്ന് തോന്നുന്നു. യെസ്, മാക്സേഫ് കേബിള്. ഭാഗ്യം, മഹാഭാഗ്യം. സാധാരണ ഇവന്മാർ ഈ സാധനം തരാറില്ല, പക്ഷേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അഡാപ്റ്റർ, ഇതിൻ്റെ വാല്. ഓക്കെ, അപ്പം എല്ലാ സാധനവും ഉണ്ട്. അപ്പം ഇതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് സെറ്റാക്കട്ടെ. അപ്പം ഇതൊന്ന് അൺറാപ്പിംഗ് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള അൺറാപ്പിംഗ് ആണ്, വലിയ ചടങ്ങൊന്നുമില്ല. മെയിൻലി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഡാമേജ് ഒന്നും കാണുന്നില്ല, സാധനം കൊള്ളാം. ഇത് മറ്റേ മിഡ് നൈറ്റ് എന്തോ ബ്ലാക്ക് എന്നും പറഞ്ഞൊരു കളറാണ്, മിഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ്. സാധനം കൊള്ളാം. ഓവറോൾ നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ് കൊള്ളാം. ഇനി ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കിയതിന് ശേഷം ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോഴേ സാധനം കണക്ട് ചെയ്തു. ഇതെൻ്റെ വർക്ക് സ്റ്റേഷനാണ്. അപ്പം ഒരു എക്സ്റ്റൻഡഡ് മോണിറ്ററുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ സാധനം വെച്ചിട്ട് ഇപ്പം അതിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സാധാരണ അതിൻ്റെ അഡാപ്റ്റർ, അതിൻ്റെ കൂടെ വന്ന അഡാപ്റ്ററാണ്. ഇതെന്തോ ഒരു കളർ എനിക്കൊരു മിസ്മാച്ച് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഇത് കംപ്ലീറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കളറാണ് ഈ കേബിള്. അത് കംപ്ലീറ്റ് കേബിള് ലാപ്ടോപ്പിൻ്റെ കളറാണ്. പക്ഷേ ഈ അവസാനം പോയിട്ട് ഈ വെള്ള കളറാക്കിയ കുറച്ച് വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മാത്രം തോന്നിയായിരിക്കും, അറിയത്തില്ല. അതേപോലെ ഇതിൻ്റെ പാക്കിങ്, ഇപ്പം ഇവന്മാർ മറ്റേ ഗോഗ്രീൻ്റെ പരിപാടിയാണല്ലോ. ഗോഗ്രീൻ്റെ ആകുമ്പോഴത്തേക്കും ഇവന്മാർ ഏതാണ്ട് ഈ സാധനമൊക്കെ പണ്ട് പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കംപ്ലീറ്റ് പേപ്പറാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എന്താണ്ട് എൻ്റെ ഇത് കീറിപ്പോയി. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും റീസൺ കൊണ്ടൊരു ഡാമേജോ അല്ലെങ്കിൽ വർക്കാവുന്നില്ല എന്നുള്ള റീസൺ കൊണ്ട് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രം ഒരു പാക്കിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് തോന്നി. ഇനി ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, എനിക്കൊന്ന് ചാർജ് ഇല്ലെന്ന് തോന്നുന്നു, ഓറഞ്ച് കാണിക്കുന്നുണ്ട് ആംബർ. അപ്പം ചാർജ് ആയതിനു ശേഷം ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോകുന്നുള്ളത് നോക്കാം. അതേപോലെ പണ്ട് ഞാൻ എൻ്റെ പഴയ മാക്ക് വാങ്ങിയ സമയത്താണേലും ഐഫോണൊക്കെ വാങ്ങിയ സമയത്താണേലും നമുക്ക് ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ടായിരുന്നു, ആപ്പിളിൻ്റെ സ്റ്റിക്കർ. അത് ചിലർ ഈ പറഞ്ഞ പോലെ കാറിൻ്റെ പുറകിലൊക്കെ ഒട്ടിക്കാറുണ്ടായിരുന്നു. സംഗതി അവരുടെ ഒരു ബ്രാൻഡിങ് ടാക്ടിക്സ് ആണെങ്കിലും ഇതിനകത്ത് സ്റ്റിക്കറൊന്നും ഞാൻ കണ്ടില്ല. ഈ ബുക്ക്ലെറ്റൊക്കെ ഞാൻ തുറന്നു നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതിനി എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഏതായാലും ഇത് നമുക്ക് ഇവനെ ചാർജ് ചെയ്തതിന് ശേഷം ഒന്ന് ഫുൾ ചാർജ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ ഒന്ന് കോൺഫിഗർ ചെയ്യാം. എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തരുന്നല്ലോ കണക്ടർ. ഇതിപ്പം നമ്മുടെ ഇത് HDMI ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഓൺ ആകുമ്പോഴത്തേക്കും ഇതിനെ നേരെ എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ ടൈപ്പ് സിയുടെ കേബിൾ ഉണ്ട് കണ്ട് ഇവിടെ, ഇതിലോട്ടൊന്ന് കുത്തി കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ഇവനേതായാലും ചാർജ് ആവട്ടെ. ചാർജ് ആയതിനു ശേഷം ഒന്ന് നമുക്ക് ഓണാക്കി നോക്കാം. നേരം വെച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്. അതാണ് തുറന്നു. സംഭവം അതാണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ഓക്കെ, ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ചാർജ് ആയിട്ടില്ല, വളരെ ലേറ്റ് ആവുന്നതുകൊണ്ട് ചാർജ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവനെ കോൺഫിഗർ ചെയ്യാം. ഇത് ഇൻ്റർനാഷണൽ വേരിയൻ്റാണ്. അപ്പോൾ നമുക്കിവനെ കോൺഫിഗർ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇത് കുറച്ച് സമയം പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പം ഇതൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ബാക്കി വീഡിയോ തുടരാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സംഭവം സെറ്റപ്പായി കേട്ടോ. ഒരു 10 മിനിറ്റ് മാക്സിമം
അത്ര എടുത്തുള്ളൂ. ഞാൻ കുറേ സമയം എടുക്കുമെന്ന് വിചാരിച്ചു, ഫസ്റ്റ് ടൈം സെറ്റപ്പ് ആയതുകൊണ്ട്. എൻ്റെ ആപ്പിൾ അക്കൗണ്ട് വെച്ച് തന്നെ സംഗതി എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഇവനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ അനാവശ്യമായിട്ടുള്ള ഐക്കൺസ് എല്ലാം എടുത്ത് മാറ്റണം. ബാക്കിയുള്ള കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യണം. ഏതായാലും സംഭവം ഓവറോൾ പ്രൊഡക്റ്റ് വൈസ് സോ ഫാർ സോ ഗുഡ്. ഇഷ്യൂസ് ഒന്നുമില്ല, ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല സോ ഫാർ. നമ്മുടെ അതായത് കോൺഫിഗർ ചെയ്യുന്ന സമയത്താണെങ്കിലും കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. എല്ലാം പെട്ടെന്ന് പടപടാന്ന് പറഞ്ഞാവുന്നുണ്ട്. അത് മെയിൻലി ലേറ്റസ്റ്റ് ചിപ്പും പിന്നെ M1 M2 M3 ചിപ്സ് വളരെ നല്ല ചിപ്സാണ് ആപ്പിളിൻ്റെ. അത് പ്രൂവൺ ചിപ്സാണ്. സോ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും സംഗതി ഒരു തംസപ്പാണ് സോ ഫാർ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും സാധനം സെറ്റായി കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട എൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ ഓഫീസ് ആപ്സും പിന്നെ അതേപോലെ ഓഫീസ് 365 പേഴ്സണൽ സബ്സ്ക്രിപ്ഷനും അതേപോലെ iMovies അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. സംഗതി കൊള്ളാം, പെട്ടെന്ന് റെഡിയായി. ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ ഇനീഷ്യൽ സെറ്റപ്പ് എല്ലാം ആയി എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ആണെങ്കിലും പുതിയ ഡൗൺലോഡ്സ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട്. മേ ബി പുതിയ ലാപ്ടോപ്പ് ആയതുകൊണ്ടായിരിക്കാം. ബട്ട് നോർമലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മാക്ക് വളരെ ലോങ് ടേം യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ലോനെസ് വരത്തില്ല. ഒരു 5 years 6 years കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്ഡേറ്റ്സ് നിൽക്കുമ്പോഴത്തേക്കും ആയിരിക്കും ആ ഒരു സ്ലോനെസ് എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലാതെ നോക്കിയാൽ ഒരു 2-3 years നൈസായിട്ട് പോകും. അപ്പം മെയിൻ പോയിന്റ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഇതിൽ കുറച്ച് ഓഫേഴ്സ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ലേറ്റസ്റ്റ് റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതൊരു 16 GB 256 M2 പ്രൊസസ്സറുള്ള മാക്ബുക്ക് എയർ ആണ്. മിഡ് നൈറ്റ് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അതെ, അപ്പോൾ അതാണ്. അപ്പം ഇതിന് ഏകദേശം നാട്ടിൽ 92,000 ഏകദേശം ആ ഒരു റേഞ്ചിൽ ട്രേഡ് ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 92,000 ആയിരുന്നു. അപ്പോൾ ഇവിടെ എനിക്കിത് കിട്ടിയത് 3,100 dirhamsനാണ് ആ ഒരു ഡീലുണ്ടായിരുന്നത്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എനിക്ക് ഞാനൊരു നൂണിൻ്റെ ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് ഓൾറെഡി ഒരു 1-2 months യൂസ് ചെയ്തതിൻ്റെ ഒരു 200-300 പോയിൻറ്റ്സ് അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിൻറ്റ് ഡയറക്റ്റ് കൺവേർഷൻ ടു ദിറംസ് ആണ്. അപ്പോൾ അതിനൊരു 250 dirhamsൻ്റെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരു 500 dirhamsൻ്റെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതായത് ഒരു പുതിയ കാർഡ് ആയതുകൊണ്ട് വിത്തിൻ 2 months ഞാൻ ടോട്ടൽ ഒരു അറൗണ്ട് ഒരു എന്താ പറയുക ഒരു 5,000 dirhamsൻ്റെ എക്സ്പെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് 500 dirhams എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. പ്ലസ് ഇത് വെച്ച് പർച്ചേസ് ചെയ്യുന്ന ഓരോ സാധനത്തിനും 5% ഡിസ്കൗണ്ട് കിട്ടും ഇലക്ട്രോണിക് ഐറ്റംസിന്. അപ്പം എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 700-800 dirhamsൻ്റെ 800 അല്ല ഒരു 850 dirhamsൻ്റെ എനിക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എഫക്റ്റീവ് പ്രൈസ് എനിക്കൊരു 2,100 dirhams വന്നിട്ടുള്ളൂ. അതായത് ഈ ഡിസ്കൗണ്ട് എല്ലാം കൂടെ കൂട്ടിയുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്ന സാധനങ്ങളെല്ലാം. കാരണം അതെനിക്ക് എൻ്റെ ഫ്യൂച്ചർ പർച്ചേസിന് യൂസ് ചെയ്യാം. ഈ ക്രെഡിറ്റ്സ് ആയിട്ട് വരുന്ന സാധനം 1 year 1.5 years വാലിഡ് ആണ്. അപ്പോൾ എൻ്റെ ഡെയിലി ഗ്രോസറീസിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് അതിന് ഞാൻ ഒരു ക്യാഷ് ബാക്ക് ആയിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2,100 dirhams എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ ഒരു 45,000 50,000 അകത്ത് 45,000-46,000 റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ 92,000 നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനം ഇവിടെ ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ സ്മാർട്ടായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഡിസ്കൗണ്ടിലും വളരെ നല്ല നിങ്ങൾക്ക് കിട്ടും. അപ്പം അതും ഇൻ കേസ് നിങ്ങൾ യുഎയിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യുഎയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം ഇവിടെ ബാങ്ക് ഓഫേഴ്സ് അപ്പം ഇടാറുണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ വെബ്സൈറ്റ്സിൽ. അതേപോലെ ചില ബാങ്ക്സ് ക്രെഡിറ്റ് കാർഡ്സ് ഓഫർ ചെയ്യുമ്പോഴത്തേക്കും വിത്തിൻ 60 days അല്ലെങ്കിൽ വിത്തിൻ 30 days നിങ്ങൾ ഇത്രയും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ക്യാഷ് ബാക്ക്സ് ഓഫർ ചെയ്യും. അത് വളരെ വലിയ എമൗണ്ടാണ്. കാരണം 500 dirhamsൻ്റെ ക്യാഷ് ബാക്സ് എന്ന് വെച്ചാൽ ഏകദേശം 12,000 രൂപയായി. അപ്പം അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്വീറ്റ് ഡീൽ കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ചോളം ഒരു 45,000 അല്ലെങ്കിൽ 50,000-നകത്തൊരു മാക്ബുക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഒരു വളരെ പെർഫെക്റ്റ് ഡീലാണ്. അപ്പം മെയിൻലി അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്പൾസ് ബൈയിങ് ചെയ്യാതെ അന്ന് തന്നെ അത്യാവശ്യം വേണമെന്ന് പറഞ്ഞ് വാങ്ങാതെ ഞാൻ എൻ്റെ കാർട്ടിൽ വെച്ചിട്ട് എപ്പോഴാണോ എൻ്റെ അക്യൂമുലേറ്റ് ആയത് ആ ഒരു പ്രൈസിന് ഞാൻ വാങ്ങി. അതാണ് എനിക്കൊരു ബെനിഫിറ്റ് ആയത്. അപ്പം
ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇത് കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളതും ബാക്കിയുള്ള ഫീഡ്ബാക്സ് ഞാൻ തരാം. പിന്നെ ഇപ്പം കുറച്ച് നമുക്ക് ടൈം ഇതിനു വേണ്ടി നമ്മുടെ എന്താ പറയുക ഒരു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇനി ഫ്യൂച്ചറിൽ എടുക്കും. അപ്പോൾ അതേതായാലും കുറച്ച് കണ്ടിന്യൂസ് വ്ളോഗ്സ് ആയിട്ട് ഉറപ്പായിട്ട് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.